ഹായ്, ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഈ 3 ക്രീംസിനെ പറ്റിയിട്ടാണ്. ഇതിങ്ങനെ ഇരുന്ന ഫേസാണ് കേട്ടോ എൻ്റെ. ഇതുപോലെ നിറയെ തരത്തിലുപോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു എൻ്റെ ഫേസിൽ. എന്താ പറയുക, അത് വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവുക. പസ് ഫിൽഡ് ആയിട്ടുള്ള പിമ്പിൾസ് അല്ല, ആക്ച്വലി ഒരു ആണിയൊക്കെ ഉള്ള പോലെ തരത്തിലുപോലെ ബംസൊക്കെ വന്നിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വന്നവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഞാൻ ഹോം റെമഡീസൊക്കെ കുറേ ചെയ്തു. പക്ഷേ നിവർത്തിയില്ലാതായപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പം ഡോക്ടർ ഡാൻഡ്രഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഡാൻഡ്രഫ് എനിക്ക് അത്രമാത്രം ഉണ്ടായിരുന്നില്ല. സോ ഡോക്ടർ എഴുതി തന്ന പ്രോഡക്റ്റാണ് ഇത് 3. ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ 5%-ലും 2.5%-ലുള്ള ജെല്ലും ആൻഡ് ഒരു മോയ്സ്ചറൈസറുമാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചുമ്മാ ഈ പേര് കേട്ടതിൻ്റെ പേരിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി യൂസ് ചെയ്തിരിക്കുമോ. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 5% ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ചെസ്റ്റിൽ, ബാക്കിൽ, അതുപോലെ കൈയിൻ്റെ സൈഡിൽ, അവിടെ എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ. സോ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എനിക്ക് ഈ 5% പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരിക്കലും ഫേസിലിടരുതെന്നും എന്നോട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസിലിടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് 2.5%-ൻ്റെ ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ല് തന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പോകണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് ഒരു 30 മിനിറ്റ്സ് മുന്നേ ആയിട്ട് നമ്മൾ ഈ 5% ജെല്ല് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടെങ്കിലും അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പുറത്ത്, നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ, കൈൻ്റെ സൈഡിൽ ഒക്കെ അപ്ലൈ ചെയ്യാം. ആൻഡ് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ അത് വാഷായി പൊക്കോളും. അതിന് ശേഷമാണ് നമ്മൾ ഈ 2.5% അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുളി കഴിഞ്ഞതിന് ശേഷം ഈ മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം 2.5%-ൻ്റെ ജെല്ലെടുത്ത് നമുക്ക് ഫേസിൽ എവിടേക്കാണ് പിമ്പിൾസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കിത് വേണമെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് നേരെ വെളുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഓവർനൈറ്റ് വയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഇടയിൽ അത്യാവശ്യം ഒരു സമയം അത് നമ്മുടെ ഫേസിൽ ലൈവായിട്ട് നിൽക്കുമല്ലോ, അത്ര സമയം വെച്ചാലും മതി. എന്നിട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നേ വാഷ് ചെയ്ത് കളയണമെങ്കിൽ കളയാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് 2 ദിവസം അതിനുള്ളിൽ എൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാലോ, ഒരാഴ്ച കൊണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് യൂസ് ചെയ്യരുത്. കാരണം ഇത് നമ്മൾ നോർമലി മോയ്സ്ചറൈസർ എന്താ പറയുക, സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമല്ല. നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യരുത്. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പിമ്പിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് നിങ്ങളുടെ ഡാൻഡ്രഫും ഒക്കെ ഒരേ സമയം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ കാരണമാണോ അതോ ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണോ. അപ്പോൾ നിങ്ങളെന്നൊരു ഫിഗർ ഔട്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഈ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇങ്ങനെ പിമ്പിൾസ് വരുമ്പോൾ നിങ്ങൾ ഡൗൺ ആവുമെന്ന് വേണ്ട. കാരണം അതങ്ങ് വന്നങ്ങനെ പൊയ്ക്കോളും. പക്ഷെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക. നമ്മുടെ ഫേസിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനോ ഒരു നാച്ചുറലി നമുക്ക് ലുക്കിംഗ് ഗുഡ് ആയിട്ട് ഇരിക്കാനോ നമുക്ക് പറ്റാണ്ടാവുമ്പോൾ നമുക്കിതിരി വിഷമാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കിത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളിത് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പെർസെൻറ്റേജ് നോക്കിയിട്ട് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് ഫേസിലാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ 2.5% യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബോഡിയിലാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ 5% യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ മോയ്സ്ചറൈസർ മേടിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അതായാലും ഓക്കെയാണ്. ഇത് വാങ്ങിക്കാൻ പറ്റുന്നവരും വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനി വീഡിയോസ് കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ.